യെസ് ഹായ്. ഫിസിക്സിൻ്റെ എക്സാം നല്ല അടിച്ച് പൊളിച്ച് നല്ല തകർത്തൊക്കെ എഴുതിയെന്ന് ഞാൻ കേട്ടു. ഈസി ആയിരുന്നു അല്ലേ? നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യാത്തതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പോലും വന്നിട്ടുണ്ടായില്ല. നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഐഡന്റിഫൈ ദ ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ ബി മെഷേർഡ് യൂസിങ് ദ ഫണ്ടമെന്റൽ യൂണിറ്റ് സെക്കൻഡ്. സെക്കൻഡ് എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ്. അതുപയോഗിച്ച് മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റി ഈ ഓപ്ഷൻസിൽ ഏതാണ്? ഡെപ്ത് ഓഫ് എ പിറ്റ്. ഡെപ്ത് അത് ലെങ്ത് ആണല്ലേ? അതല്ല. അപ്പോൾ വെയിറ്റ് ഓഫ് ദ വെജിറ്റബിൾസ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ മാസ് ആണ്, അതുമല്ല. ഡ്യൂറേഷൻ ടു കംപ്ലീറ്റ് എ റേസ്. റേസ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം. ഇതല്ല ആൻസർ വരിക. യെസ്, സോ ഇതിൻ്റെ ആൻസർ വരുന്നത് സി ആണ്. ഓക്കെ, സി ആണ് ആൻസർ വരിക. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ. യെസ്, സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇതിലേതാണ് കറക്റ്റ്? ആ സ്റ്റേറ്റ്മെൻറ്റ്സ് വായിച്ചു നോക്കിയിട്ട് ഈ ഓപ്ഷൻസിൽ ഏത് ഇതിന് മോസ്റ്റ് ആപ്റ്റഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കോ. ദ വിയർ ആൻഡ് ടിയർ ഓഫ് സർഫസസ് ഓഫ് മൂവിങ് മെഷീൻ പാർട്സ് ഇൻ കോണ്ടാക്ട് ആൻഡ് ദ എബിലിറ്റി ടു ഹോൾഡ് ഒബ്ജക്ട് ഫേർമലി ആർ അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ. ഫ്രിക്ഷന് രണ്ട് അഡ്വാൻറ്റേജസ് ആണ് തന്നിരിക്കുന്നത്. നോക്കിയേ, എബിലിറ്റി ടു ഹോൾഡ് ഒബ്ജക്ട്സ് അതൊരു അഡ്വാൻറ്റേജ് ആണ്, ഞാൻ സമ്മതിച്ചു. പക്ഷേ ദ വിയർ ആൻഡ് ടിയർ ഓഫ് സർഫസ് അതൊരു അഡ്വാൻറ്റേജ് ആണോ? അല്ല. ഈ ചെരുപ്പ് തേഞ്ഞു പോവാന്നൊക്കെ പറഞ്ഞാൽ അത് ഡിസഡ്വാൻറ്റേജ് ആണല്ലേ? സോ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താണ്? റോങ് ആണ്. എന്നാൽ സ്റ്റേറ്റ്മെൻറ്റ് 2 നോക്കിക്കോ. ഒബ്സ്ട്രക്ഷൻസ് ടു സ്മൂത്ത് മൂവ്മെൻറ്റ് ബിറ്റ്വീൻ മെഷീൻ പാർട്സ് ആൻഡ് ഫ്യൂവൽ ലോസ് ആർ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ. ശരിയാണ്, ഇത് രണ്ടും എന്താ ഡിസഡ്വാൻറ്റേജ് ആണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 റോങ് ആണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താണ്? ശരിയാണ്. സോ ബി പാർട്ടല്ലേ കറക്റ്റ് ആയിട്ട് വരിക? ഓൺലി ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. എത്ര പേര് ശരിയാക്കി നോക്കാം കേട്ടോ. ഓക്കെ, സോ ദ തേർഡ് ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഫിഗർ. നമ്മൾ ക്ലാസ് എക്സാമിൻ്റെ മോർണിംഗിന് ഞാൻ പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരും. നോക്കിക്കോ. ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് എ കോമൺലി യൂസ്ഡ് സ്കെയിൽ ഈസ് 0.1 സെൻറ്റിമീറ്റർ. ലീസ്റ്റ് കൗണ്ട് 0.1 സെൻറ്റിമീറ്റർ ഉണ്ട് സ്കെയിലിൻ്റെ. ഇതേപോലത്തെ തന്നെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ലൈവിൽ വരെ ഇട്ടിട്ടുണ്ടായിരുന്നു. വാട്ട് ഡസ് ദിസ് മീൻ? ലീസ്റ്റ് കൗണ്ട് എന്താണ്? ഒരു ഡിവൈസ് ഉപയോഗിച്ച് അളക്കാൻ പറ്റുന്ന സ്മോളസ്റ്റ് വാല്യൂ, അതാണ് ലീസ്റ്റ് കൗണ്ട്. വാട്ട് ഈസ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് ദ മെഷറിംഗ് ജാർ ഷോൺ ഇൻ ദ ഫിഗർ? യെസ്, ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അതൊരു മെഷറിംഗ് ജാറാണ്. അവൻ്റെ ലീസ്റ്റ് കൗണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര വരും? 0.2 ml. കാരണം നോക്കിയേ, ഒരു 5 വര കൂടി ചേർന്ന് ഒരെണ്ണം എത്തുമ്പോൾ 1 ml എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നതല്ലേ 1 ഡിവൈഡഡ് ബൈ 5, 0.2 ml എന്ന് വരും കേട്ടോ. 0.1 ml എന്നൊക്കെ എഴുതിയവരുണ്ടാവും, മാർക്ക് കിട്ടില്ല. 0.2 ആണ് ആൻസർ. ഓക്കെ, യെസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു പാർട്ട്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസുമായിട്ട് ഇതിനെ തരംതിരിക്കാം. നമ്മൾ എക്സാംസിന് സ്ഥിരം ഇടുന്ന ക്വസ്റ്റ്യൻ നോക്കിക്കോ. ലെങ്ത് എന്ത് വരും? ഫണ്ടമെൻ്റൽ വരും. ഏരിയ എന്ത് വരും? ഡിറൈവ്ഡ് വരും. വോളിയം എന്ത് വരും? ഡിറൈവ്ഡ്. മാസ് ഫണ്ടമെൻ്റൽ. പറഞ്ഞതാണ് ഒരു 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, അത് 7 എണ്ണം കാണാതെ പഠിച്ചുകൊള്ളുക. ഓക്കെ, യെസ്, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ലെങ്ത്തും മാസും, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഏരിയയും വോളിയം. അടുത്ത ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ ടേബിൾ റിലേറ്റഡ് ടു സ്റ്റേറ്റ് ഓഫ് മോഷൻ ആൻഡ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. സെക്കൻഡ് ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ട് നോക്കിക്കോ. ഒരു കോണ്ടെക്സ്റ്റ് തന്നേക്കാണ്. ഒരു കുട്ടി തലയിൽ ഒരു തൊപ്പി വെച്ച് ഓടുന്നതാണ് ഒരു കോണ്ടെക്സ്റ്റ്. ദ ഹാറ്റ് ഓൺ ദ ഹെഡ് റിലേറ്റഡ് ടു ദ റണ്ണിങ് ചൈൽഡ്. ആ കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിയുടെ തലയിലിരിക്കുന്ന ആ ഹാറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണോ സ്റ്റേറ്റ് ഓഫ് മോഷനിലാണോ? നമ്മൾ പറഞ്ഞതാണ് ആരെ സംബന്ധിച്ചിട്ടാണോ എടുക്കുന്നത് അയാൾ നിങ്ങളായിട്ട് നോക്കുക അല്ലേ? അപ്പോൾ ആ കുട്ടി നിങ്ങളാണ്. കുട്ടിയുടെ തലയിൽ ആ ഹാറ്റ് ഇരിക്കുകയാണ്. ഹാറ്റ് റെസ്റ്റിലല്ലേ? യെസ്, ആ സമയത്ത് ഹാറ്റ് എന്താ? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ്. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് നോക്കിയോ. ദ ഹാറ്റ് ഓൺ ദ ഹെഡ് ഓഫ് ദ റണ്ണിങ് ചൈൽഡ് റിലേറ്റീവ് ടു ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിനെ സംബന്ധിച്ച് ആ ഹാറ്റ്. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് എന്താ? ഗ്രൗണ്ടാണ്. സോ നിങ്ങൾ നോക്കുന്ന സമയത്ത് ആ കുട്ടി ഹാറ്റ് വെച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? സോ ആ സമയത്ത് ഹാറ്റ് എന്താ? മോഷനിലായിരിക്കും. സ്റ്റേറ്റ് ഓഫ് മോഷൻ. സ്റ്റേറ്റ് ഓഫ് മോഷൻ നമ്മളൊരു കുതിരയുടെയൊക്കെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. സെയിം അതേപോലെ തന്നെ. യെസ്, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റും സ്റ്റേറ്റ് ഓഫ് മോഷൻ. ആറാമത്തെ ക്വസ്റ്റ്യൻ. ഹിയർ ആർ സം എൻറ്റിറ്റീസ് ഫ്രം എ ചൈൽഡ് സയൻസ് ഡയറി. ഫൈൻഡ് ഇറ്റ്സ് ഇൻകറക്റ്റ് വൺ ആൻഡ് കറക്റ്റ് വൺ. ലൈവിലും ക്ലാസ്സിലും എന്തായാലും വരുമെന്ന് ഷോർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ നോക്കൂ. ഡെൻസിറ്റി ഓഫ് കെറസിൻ 810 കിലോഗ്രാം പെർ മീറ്റർ പെർ മീറ്റർ പെർ മീറ്റർ. അങ്ങനെ എഴുതാൻ പാടുണ്ടോ? ഇല്ല. ഈ ബാറുകൾ ഓരോണ്ണേ വരാൻ പാടുള്ളൂ ഒരു യൂണിറ്റ് എഴുതുന്ന സമയത്ത്. ഇതെങ്ങനെ എഴുതണം? 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പം ഇതെന്താണ്? ഇൻകറക്റ്റ് ആണ് എഴുതിയിരിക്കുന്നത്. യെസ്,
ആൻഡ് അതിൻ്റെ കറക്റ്റ് വേർഷൻ എഴുതിയിട്ടുണ്ടാവും. സെക്കൻഡ് വൺ ബി പാർട്ട്, ലെങ്ത് ഓഫ് പെൻ 12 സെൻറ്റിമീറ്റർ. ആ യൂണിറ്റ് എഴുതിയിരിക്കുന്നത് എന്താ? കറക്റ്റാണ്. അപ്പോൾ കറക്റ്റ് എന്ന് എഴുതുക. സി പാർട്ട്, ഫോഴ്സ് അപ്ലൈഡ് ഓൺ ഒബ്ജക്റ്റ് 20 ന്യൂട്ടൺ. ഞാൻ വീണ്ടും 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 പറയുന്നതാണ്, ന്യൂട്ടൺ, പാസ്കൽ, ആംപിയർ ഇതൊക്കെ എന്താ ഒരാളുടെ പേര് വെച്ചിട്ടുള്ള യൂണിറ്റുകളാണ്. ഇതെല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ വേണം കൊടുക്കാൻ. സോ ഇതെന്ത് വരും? 20 ന്യൂട്ടൺ. ഓക്കെ. സോ നമ്മൾ അന്ന് എക്സാമിൻ്റെ മോർണിംഗിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം ഭയങ്കര ഈസിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഡി പാർട്ട്, മാസ് ഓഫ് ഷുഗർ 2 kg. കറക്റ്റ് അല്ലേ? അത് റെപ്രസെൻറ്റേഷൻ കറക്റ്റാണ്. യെസ്. അപ്പോൾ എയും സിയും ഇൻകറക്റ്റ് ആണ്, ബിയും ഡിയും കറക്റ്റാണ്. ആ ഇൻകറക്റ്റ് ആയവരാ കറക്റ്റായിട്ട് എഴുതുക. ഓക്കെ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. യെസ്. ദ മോഷൻ ഓഫ് എ മാംഗോ falling from a tree and a cricket ball hit by a bat both require force. അപ്പോൾ ഒരു മാങ്ങ വീഴുന്നു, ഒരു മരത്തിൽ നിന്ന് മാങ്ങ വീഴുന്നു ആൻഡ് അതൊരു ഫോഴ്സിന് കാരണമാണ് അല്ലേ? എന്ത് ഫോഴ്സാണ് അവിടെ കാരണം? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കോണ്ടാക്റ്റ് ആണോ നോൺ കോണ്ടാക്റ്റ് ആണോ? നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ക്ലാസ്സിൽ സ്ട്രെസ് ചെയ്ത് പറഞ്ഞ കാര്യമാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ് ഒക്കെ എന്താ? നോൺ കോണ്ടാക്റ്റ് ആണ്. എന്നാൽ ക്രിക്കറ്റ് ബോൾ ഹിറ്റ് ബൈ എ ബാറ്റ്, ഒരു ക്രിക്കറ്റ് ബോൾ നമ്മളൊരു ബാറ്റ് വെച്ച് അടിക്കുന്നു, അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എങ്ങനെയാണ്? കോണ്ടാക്ട് ഫോഴ്സ്. സോ ആദ്യത്തേത് നോൺ കോണ്ടാക്റ്റും രണ്ടാമത്തത് കോണ്ടാക്ട് ഫോഴ്സും ആണ്. വാട്ട് ടൈപ്പ് ഓഫ് ഫോഴ്സ് ആർ അപ്ലൈഡ് ഹിയർ? ഇത്ര എഴുതിയാൽ മതി. ഒരെണ്ണം കോണ്ടാക്റ്റ് ആണ്, ഒരെണ്ണം നോൺ കോണ്ടാക്റ്റ് ആണ്. 2 മാർക്ക് നമ്മുടെ കയ്യിലേക്ക് പോരും. ഓക്കെ. യെസ്. ഇതാണ് ആൻസർ കേട്ടോ. When sliding a heavy box on a rough surface and moving the same box on a trolley with tires, what is the difference in quantity of force we need to apply? എക്സാമിന് ടെക്സ്റ്റിൽ കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത് റോളിംഗ് ഫ്രിക്ഷൻ ആൻഡ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഏതാണ് കൂടുതൽ? സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണ് കൂടുതൽ. റോളിംഗ് ഫ്രിക്ഷൻ എന്താണ്? കുറവാണ്. സോ എങ്ങനെ വരും അതിൻ്റെ ആൻസർ? സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്താ? ലാർജർ ഫോഴ്സ് ആണ് അല്ലേ? ലാർജ് ഫ്രിക്ഷൻ ആണത്. സോ നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ് എന്താണ്? കൂടുതലായിരിക്കും. സോ ഫസ്റ്റ് കേസിൽ നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ് കൂടുതലായിരിക്കും. എന്നാൽ സെക്കൻഡ് കേസിൽ എന്താ? അത് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, റോളിംഗ് ഫ്രിക്ഷൻ ആണ് അല്ലേ? റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് കുറവാണ് സ്ലൈഡിങ്ങിനേക്കാളും. സോ അവിടെ കൊടുക്കേണ്ട ഫോഴ്സ്, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എന്താണ്? കുറവായിരിക്കും. ഈ ഫോഴ്സ് തമ്മിൽ നിങ്ങളോട് കമ്പയർ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ റോളിംഗ് ഫ്രിക്ഷൻ. യെസ്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ഒരു പ്രോബ്ലം, ഒരൊറ്റ പ്രോബ്ലം ആൻഡ് ഒരൊറ്റ ഇക്വേഷനുള്ളൂ നമുക്ക് പഠിക്കാനായിട്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ. അത് ബേസ്ഡ് ക്വസ്റ്റ്യൻ. ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എ ബസ് ട്രാവൽ എ ഡിസ്റ്റൻസ് ഓഫ് 225 മീറ്റർ ഇൻ 15 സെക്കൻഡ്സ്. അപ്പോൾ ഒരു ബസ് 225 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനെടുത്ത സമയം 15 സെക്കൻഡാണ്. എ കാർ ട്രാവൽഡ് എ ഡിസ്റ്റൻസ് ഓഫ് 294 മീറ്റർ ഇൻ 21 സെക്കൻഡ്സ്. ഒരു കാർ ട്രാവൽ ചെയ്ത് 294 മീറ്ററാണ്, 21 സെക്കൻഡ് സമയമെടുത്തു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് രണ്ടിൻ്റെയും സ്പീഡ് കണ്ടുപിടിക്കുക. ഏറ്റവും കൂടുതൽ സ്പീഡ് ആർക്കാണ്? ഈസി അല്ലേ? നമ്മൾ പറഞ്ഞാണ് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഒരൊറ്റ ഇക്വേഷൻ ഉള്ളൂ, അത് വെച്ച് കറക്റ്റായിട്ട് എഴുതാം. ബസ്സിൻ്റെ കേസ് ഡിസ്റ്റൻസ് 225 മീറ്റർ ആണ്, ടൈം 15 സെക്കൻഡ് ആണ്. സ്പീഡ് കണ്ടുപിടിക്കുക. ഡിസ്റ്റൻസ് ബൈ ടൈം 225 by 15 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ കാറിൻ്റെ കേസ് നോക്കിയേ, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്, സ്പീഡ് കണ്ടുപിടിക്കാം. സ്പീഡ് എത്ര വരും? 14 മീറ്റർ പെർ സെക്കൻഡ്. സോ ആദ്യത്തെ കേസിലെ സ്പീഡ് 15 മീറ്റർ പെർ സെക്കൻഡും രണ്ടാമത്തെ കേസിൽ 14 മീറ്റർ പെർ സെക്കൻഡും. സോ ഏതിനായിരിക്കും സ്പീഡ് കൂടുതൽ? ബസ്സിനല്ലേ? യെസ്, ബസ് ഈസ് ഫാസ്റ്റർ. സോ ബസ് നേരത്തെ എത്തും. ഓക്കെ. യെസ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട്. എ ചൈൽഡ് ടുക്സ് 9 seconds ടു റീച്ച് സി ഫ്രം എ വിയ ബി. അപ്പോൾ എയിൽ നിന്ന് ഒരു കുട്ടി നടന്ന് ബിയിലേക്ക് പോയി, ബിയിൽ നിന്ന് സിയിലേക്ക് എത്തി. ഇതിനെടുത്ത സമയം 9 സെക്കൻഡാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ചൈൽഡ് സ്പീഡ്. സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? സോ ഈ കുട്ടി സഞ്ചരിച്ച ദൂരം എത്ര വരും? 4 + 5 എത്ര വരും? 9. അപ്പോൾ ഡിസ്റ്റൻസ് എത്ര വരും? 9 വരും. ആൻഡ് ടൈം എത്രയാണ്? 9 സെക്കൻഡ്. സോ നമുക്ക് സ്പീഡ് കണ്ടുപിടിച്ചൂടെ? സ്പീഡ് എങ്ങനെ വരും? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, 9 by 9 ഈക്വൽ ടു 1 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, സെറ്റ് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ബി പാർട്ട്, ഫൈൻഡ് ഔട്ട് ദ ടൈം ടേക്കൺ ബൈ ദ ചൈൽഡ് ടു റീച്ച് ബാക്ക് സി സ്റ്റാർട്ടിംഗ് ഫ്രം സി വിത്ത് ഡബിൾ സ്പീഡ്. സോ ഇവിടെ പറയുന്നത് ഈ കുട്ടി സിയിൽ നിന്ന്, ഓക്കെ, സിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അവൻ്റെ ജേണി, തിരിച്ച് സിയിലെത്തണം. സോ ഈ കുട്ടി ഇതേപോലെ പോയി തിരിച്ച് ഇവിടെ തന്നെ എത്തും. ഇതിനെടുത്ത
സമയം നമുക്ക് എന്താ കണ്ടുപിടിക്കണം. നമ്മളോട് പക്ഷേ സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് എങ്ങനെയാണ് തന്നിരിക്കുന്നത്? നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച സ്പീഡിൻ്റെ ഡബിൾ സ്പീഡിലാണ് ഇപ്പോൾ ഈ കുട്ടി സഞ്ചരിക്കുന്നത്. സോ ഈ ടൈമിലെ സ്പീഡ് നമുക്ക് 2 m/s എന്ന് വരും. നമുക്ക് ടൈം കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചൂടെ? 3 + 4 + 5 എത്ര വരും? 12 വരും. ഡിസ്റ്റൻസ്. സ്പീഡ് എത്ര വരും? 2 m/s. ടൈം കണ്ടുപിടിച്ചൂടെ? ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഈക്വൽ ടു എത്ര വരും? 12/2 = 6 സെക്കൻഡ് എന്ന് വരും. സെറ്റ് അല്ലേ? ഇത്രേ ഉള്ളൂ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്. A car's odometer shows 8,000 km and a speedometer shows 40 km/h. ഓഡോമീറ്റർ ആൻഡ് സ്പീഡോമീറ്റർ ഷുവർ ആയിട്ടും വരുമെന്ന് പറഞ്ഞ രണ്ട് സാധനങ്ങൾ, രണ്ട് ഡിവൈസുകളോടും നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ആ രണ്ട് ഡിവൈസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വെഹിക്കിൾ? സോ വെഹിക്കിൾ ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് അളക്കുന്ന സാധനമാണിത് ഓഡോമീറ്റർ, സ്പീഡ് അളക്കുന്ന സാധനമാണിത് സ്പീഡോമീറ്റർ. സോ എത്ര വരും? 8,000. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, യെസ്. കൺവേർട്ട് ദിസ് ഡിസ്റ്റൻസ് ടു SI യൂണിറ്റ്. എങ്ങനെ ചെയ്യും? നമ്മൾ പറഞ്ഞതാണ് കൺവേർഷൻസ് ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ 8,000 km ആണ് തന്നിരിക്കുന്നത്. ഇവനെ നമുക്ക് SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. എന്ത് ചെയ്യണം? ഞാനൊരു ട്രിക്കൊക്കെ കാണിച്ചെന്നാണ്. അസെൻഡിങ് ഓർഡറിൽ എഴുതുക അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. എന്താ? 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, 1000 വെച്ച് ഇൻറ്റു ചെയ്യുക, അങ്ങനെയൊക്കെ പറഞ്ഞാണല്ലേ. സോ എന്ത് ചെയ്യും ഇവിടെ? 8,000 km ഇൻറ്റു 1000 ചെയ്യുക. സോ എത്ര വരും? 8,000 ഇൻറ്റു 1000 8,000,000 മീറ്റർ. ഇതേപോലൊരു ആൻസർ വരും. ഓക്കെ, യെസ്. റൈറ്റ് എനി 2 rules which has to obeyed by the pedestrians to avoid road accidents. എന്തൊരു ക്വസ്റ്റ്യൻ ആണ് നോക്കിയേ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ. റോട്ടിൽ കൂടി നടക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? സീബ്ര ക്രോസിംഗ് കൂടി ക്രോസ് ചെയ്യണം, റൈറ്റ് സൈഡ് കൂടി നടക്കണം, നല്ല ഡാർക്കുള്ള ടൈപ്പ് ഡ്രസ്സുകൾ ഇടരുത്, ബ്ലാക്ക് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടരുത്. കാരണം എന്താ? വണ്ടി ഓടിച്ച് വരുന്നവർക്ക് കാണാൻ പറ്റില്ല ഡിം ലൈറ്റ്സിലൊക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ? ചറ എഴുതിക്കോളുക. ഓൾവേസ് യൂസ് സീബ്ര ക്രോസിംഗ്, അല്ലെങ്കിൽ വാക്ക് ത്രൂ ദ റൈറ്റ് സൈഡ് ഓഫ് ദ റോഡ്, ഫുട് പാത്തുകൾ യൂസ് ചെയ്യുക, ഇതൊക്കെ എഴുതുക. യെസ്. 10ാമത്തെ ക്വസ്റ്റ്യൻ്റെ 8th പാർട്ട്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലേ. ദ ഡെൻസിറ്റി ഓഫ് ആൻ ഇറഗുലർലി ഷേപ്ഡ് സ്റ്റോൺ ഈസ് ഗിവൺ. Describe a procedure to find the mass of this stone using a measuring jar, water and thread. നമ്മുടെ ലൈവില ലാസ്റ്റ് ക്വസ്റ്റ്യൻസ്, ക്ലാസ്സിൽ നമ്മൾ എടുത്ത ക്വസ്റ്റ്യൻസ് നോക്കിക്കോ. എങ്ങനെയാണ് നമ്മളോട് പറയുന്നത്? എന്താണ്? ഡെൻസിറ്റി ഓഫ് ആൻ ഇറഗുലർലി ഷേപ്ഡ് സ്റ്റോൺ തന്നിട്ടുണ്ട്. ഡെൻസിറ്റി അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റോൺ ആണ് തന്നിരിക്കുന്നത്. സ്റ്റോണിൻ്റെ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? മാസ് കണ്ടുപിടിക്കണം. സോ നമ്മൾ എന്താ ചെയ്യുക? ഒരു ജാറ് നമുക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ അകത്തൊരു വെള്ളമുണ്ട് അല്ലേ? വെള്ളമുണ്ട്. നമ്മൾ ഈ വെള്ളത്തിലേക്ക് എന്ത് ചെയ്യും? ഈ വെള്ളം ഫസ്റ്റ് ടൈമിൽ അവനുണ്ടായിരുന്ന വോളിയത്തിൻ്റെ ലെവൽ നമ്മൾ ആദ്യം മാർക്ക് ചെയ്യും. പിന്നെ ഈ കല്ലിടും അല്ലേ? കല്ലിട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? കല്ലിൻ്റെ അകത്തേക്ക് വീഴുമ്പോൾ ഈ വെള്ളം ഇത്തിരി പൊന്തും അല്ലേ? നേരത്തെ ഉണ്ടായിരുന്ന ലെവലിനേക്കാൾ കുറച്ചുകൂടി പൊന്തും. അപ്പോൾ അതായിരിക്കും ആ ചേഞ്ച്, ആ പൊന്തിയ ലെവൽ ചേഞ്ച് ഇല്ലേ, അതായിരിക്കും ഇവൻ്റെ വോളിയം. അപ്പം നമുക്കെന്താ? കല്ലിൻ്റെ വോളിയം കിട്ടി, ഡെൻസിറ്റി കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മാസ് കണ്ടുപിടിക്കണം. ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. ഡെൻസിറ്റി ഈക്വൽ ടു എന്തോരും? മാസ് ബൈ വോളിയം ആണ്. മാസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഡെൻസിറ്റി നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്, വോളിയം നമ്മൾ കണ്ടുപിടിച്ചു. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? മാസ് കിട്ടും. ഓക്കെ, ഇത്രേ ഉള്ളൂ. നമ്മൾ ലൈവിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ടെക്സ്റ്റിൽ കറക്റ്റ് ആയിട്ടുണ്ട്. ഒരു സ്റ്റോൺ ഇട്ട് നമ്മൾ വോളിയം കണ്ടുപിടിക്കുന്ന മെത്തേഡ്. ഓക്കെ, യെസ്. 10ാമത്തെ ബി ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. യു ആർ ഗിവൺ എ സ്കെയിൽ ആൻഡ് എ പേപ്പർ ഓഫ് സെയിം സൈസ്. സോ നിങ്ങളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സ്കെയിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, പേപ്പർ തന്നിട്ടുണ്ട്, 100 പേപ്പറുകൾ തന്നിട്ടുണ്ട്. ഇങ്ങനെ അട്ടി നമ്മൾ വെച്ചേക്കാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡിസ്ക്രൈബ് എ പ്രൊസീജിയർ ടു ഫൈൻഡ് ദ വോളിയം ഓഫ് 1 പേപ്പർ യൂസിങ് ദീസ്. ഒരു പേപ്പറിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും വോളിയം? വോളിയം ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ് ആണല്ലേ. നമ്മളപ്പോൾ പേപ്പറുകൾ ഇങ്ങനെ എടുത്ത് വെച്ചേക്കാണ്. അപ്പം നമ്മളിങ്ങനെ കുറേ പേപ്പറുകൾ എടുത്ത് വെക്കും. നമുക്ക് ഇതേപോലത്തെ ഒരു ബോക്സ് പോലെ കിട്ടും അല്ലേ. സോ ഇതിൻ്റെ എന്താ? വോളിയമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വോളിയം കണ്ടുപിടിക്കാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ് അല്ലേ, അല്ലെങ്കിൽ ഹൈറ്റ്. ഈ തിക്നെസ് എങ്ങനെ കണ്ടുപിടിക്കും? തിക്നെസ് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഒരെണ്ണത്തിൻ്റെ ഇങ്ങോട്ടും കണ്ടുപിടിക്കണം അല്ലേ. സോ എന്താ ചെയ്യുക? നമ്മൾ 100 പേപ്പറിൻ്റെ നമുക്ക് തന്നിട്ടുണ്ട്, 100 പേപ്പറിൻ്റെ
കണ്ടുപിടിക്കാമല്ലോ. 100 പേപ്പർ ഇങ്ങനെ വെച്ചേക്കാണ്. ഒരു സ്കെയിൽ എടുക്കുന്നു. സ്കെയിൽ എടുത്ത് നമ്മളിവിടെ ഒരു സ്കെയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ 100 പേപ്പറിൻ്റെ തിക്നെസ് നമുക്ക് കിട്ടും അല്ലേ. സോ 100 പേപ്പറിൻ്റെ തിക്നെസ് സപ്പോസ് 20 ആണ്, അല്ലെങ്കിൽ വേണ്ട എക്സ് ആണ്. 100 പേപ്പറിൻ്റെ തിക്നെസ് നമുക്ക് സ്കെയിൽ വെച്ച് അളക്കുന്നു, കിട്ടി. അങ്ങനെയാണെങ്കിൽ ഒരു പേപ്പറിനെ കണ്ടുപിടിച്ചൂടെ? എന്ത് ചെയ്യും? എക്സ് ആണെങ്കിൽ ഒരു പേപ്പറിൻ്റെ x/100 വരും. ഓക്കെ, അപ്പോൾ ഒരു പേപ്പറിൻ്റെ തിക്നെസ് കിട്ടി. ഒരു പേപ്പറിൻ്റെ ലെങ്ത് നമുക്ക് സ്കെയിൽ വെച്ച് അളക്കാം, ഒരു പേപ്പറിൻ്റെ ബ്രെഡ്ത്ത് അളക്കാം, ഒരു പേപ്പറിൻ്റെ തിക്നെസ്സും കിട്ടി. ഇത് മൂന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? വോളിയം കിട്ടും. ഇതൊക്കെ കുറച്ച് ചിന്തിക്കണം. നിങ്ങളെല്ലാവരും ഒരു പേപ്പറിൻ്റെ തിക്നെസ് മാത്രം കണ്ടുപിടിച്ചവരുണ്ടാവും, കാരണം അങ്ങനെയാണ് നമ്മൾ ടെക്സ്റ്റ് തന്നിരിക്കുന്നത്. പക്ഷെ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? വോളിയം ആണല്ലേ. വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ ലെങ്ത് കണ്ടുപിടിക്കണം, ബ്രെഡ്ത്ത് കണ്ടുപിടിക്കണം, തിക്നെസ് ഈ മെത്തേഡിൽ കണ്ടുപിടിക്കുക. ലെങ്ത്തും ബ്രെഡ്ത്തും ഡയറക്റ്റ്ലി സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യാം. സോ സിമ്പിൾ ആയിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മൾ പറഞ്ഞതിനപ്പുറം വേറെ ഒന്നും വന്നിട്ടില്ല. ഈസി ആയിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ. സോ ഇത്രയായിരുന്നു നമ്മുടെ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ സെറ്റ്. ഓക്കെ, യെസ്.